കേരളത്തില് BJP-യുടെ നേതൃത്വത്തിൽ എന്തു മാറ്റം ഉണ്ടാകും എന്നാണ് ഇപ്പൊ കാത്തിരിക്കുന്നത്. അതോ വഞ്ചി തിരുനക്കര തന്നെ നിൽക്കുമോ എന്നുമാണ് അറിയേണ്ടത്. എന്താ പ്രതീക്ഷിക്കുന്നത്? ഈ 1 മില്യൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ പോലെ ഇന്നും പലർക്കും പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ചിലർ രാവിലെ പറയും രാജീവ് ചന്ദ്രശേഖരാണ്, കേന്ദ്രം അതിന് വളരെയധികം പരിഗണന കൊടുക്കുന്നു. അവിടെ വേറൊരു വിഭാഗം പറയും അല്ല, അത് MT രമേശനാണ് ചാൻസ് കൂടുതൽ, അദ്ദേഹം സംഘടനാ രംഗത്ത് ഒത്തിരി നാൾ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ വേറെ ചിലർ പറയും ഇല്ല, ഇത്തവണ സുരേന്ദ്രനെ തന്നെയാണ്, അല്ലെങ്കിൽ ഇനി ഒരു മഹിള വന്നാൽ അതിന് ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശോഭാ സുരേന്ദ്രനായിരിക്കും നറുക്ക് വീഴുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിപ്പോ ആർക്കും പൂർണ്ണമായിട്ട് വ്യക്തത ഇല്ലെങ്കിൽ ഈ 4 പേരുകൾ ഏതാണ്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖറും MT രമേശും ശോഭാ സുരേന്ദ്രനും സുരേന്ദ്രന്റെ തുടർച്ചയും. അപ്പൊ സുരേന്ദ്രന്റെ തുടർച്ചയ്ക്ക് ഇപ്പൊ വീണ്ടും ഒരു മുന്നേറ്റം വന്നിട്ടുണ്ടെന്ന് പത്രമാധ്യമങ്ങളിലും പിന്നെ പറയുന്നു ഒക്കെ ഒരു വാർത്ത വീണ്ടും വരികയാണ്. അപ്പൊ അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിഗണനയ്ക്ക് അത് വന്നു എന്നുള്ളത് സത്യമാണ്. കാരണം സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിക്ക് ഒരഭിപ്രായമുണ്ട്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഇനി അടുപ്പിച്ച് വരികയാണ്. 5-6 മാസം കഴിയുമ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 22,000 സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞാൽ, 3-4 മാസം കഴിഞ്ഞാൽ ഉടനെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് 140 മണ്ഡലങ്ങളിൽ. ഈ മണ്ഡലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തകരുമായിട്ടൊക്കെ ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് സുരേന്ദ്രൻ തുടരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. അപ്പൊ അതിനകത്തൊരു തടസ്സം 5 വർഷമായിട്ട് തുടരുകയാണ്. 2 ടേമിൽ കൂടുതൽ BJP-യുടെ പ്രസിഡന്റുമാർ പാടില്ല എന്നാണ് ഭരണഘടനാ നിയമം, BJP ഭരണഘടനാ നിയമം. അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് ഒരു വിഷയം വരുന്നത്. അപ്പൊ അതിന് പറയുന്നത് അദ്ദേഹം ആദ്യത്തെ 2 വർഷക്കാലത്തോളം ഒരു താൽക്കാലിക ചുമതലയിലായിരുന്നു, പൂർണ്ണമായ പ്രസിഡന്റ് ആയിരുന്നില്ല. പിന്നീടാണ് പൂർണ്ണമായ പ്രസിഡന്റ് ആയിട്ട് വന്നത്. അപ്പൊ 3 വർഷമേ പ്രസിഡന്റ് ആയിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ 1 വർഷമോ വേണമെങ്കിൽ ഒരു ടേം എന്നുള്ള നിലയ്ക്ക് 2 വർഷമോ കൂടി പ്രസിഡന്റ് ആയിട്ട് പോകാം എന്നുള്ളതാണ്. കേന്ദ്രത്തിനെ സംബന്ധിച്ചോളം പ്രശ്നം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ അല്പം വിമുഖത കാണിക്കുന്നു എന്ന് ആണ് പലരിൽ നിന്നും അറിയാൻ കഴിയും. അദ്ദേഹത്തിന് ഇപ്പം കേരള ചുമതല ഏറ്റെടുക്കാൻ ഇച്ചിരി മടിയുള്ള പോലെ ഇവിടെ വന്നാൽ ഈ എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണെന്നുള്ളത് കേന്ദ്രത്തിന് നല്ലപോലെ അറിയാം. പണ്ട് മുതലേ അത് കേരളത്തിൻ്റെ BJP-യുടെ മാത്രമല്ല എല്ലാ പാർട്ടികളിലും ഈ ഗ്രൂപ്പ് ഒരു പ്രശ്നമാണ്. കേരളത്തിൽ മലയാളിയുടെ അതൊരു പ്രശ്നമാണത്. പിന്നെ CPM ഇത് എങ്ങനെ നേരിടുന്നത് വെച്ചാൽ ഉരുക്കുമുഷ്ടി കൊണ്ടാണ് നേരിടുന്നത്. പണ്ട് മുതലേ പണ്ട് വെട്ടും കുത്തിനും പകരം കരിയോയിൽ ഒഴിക്കുക, മുണ്ട് പറിച്ച് ഓടുന്ന വിധത്തിൽ അടി കൊടുക്കുക, അതൊക്കെയായിരുന്നു. പിന്നെ അവസാനം വെട്ട് കുത്ത് 51 വെട്ട് ഇതിലൊക്കെ കൊണ്ട് എത്തിച്ചു. അപ്പൊ അതുകൊണ്ട് അവിടെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ആരും കയറി ഗ്രൂപ്പ് കളിക്കില്ല. പക്ഷേ കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ കശയല്ലേ, ഗ്രൂപ്പ് സ്റ്റേജ് ഇടിച്ച് തകർക്കുന്ന വിധത്തിലല്ലേ ഗ്രൂപ്പുകൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത് കോൺഗ്രസിൽ. അതിന് സമാനമായിട്ട് BJP-യിലും ഇതുപോലുണ്ട്. ഈ മിക്ക സംഘടനകളും കേരളത്തിലെ അതൊരു പ്രത്യേകതയാണ്. കേരളത്തിൽ പറയുമല്ലേ മലയാളി തെങ്ങ് പോലെയാണ്, ഒറ്റ കൊമ്പ, അതിനകത്ത് വേറെ ശിഖരങ്ങളൊന്നും വളരാൻ സമ്മതിക്കില്ല. അതുപോലെയാണ് മലയാളി പലയിടത്തും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പ് ഭയങ്കരമാണെന്നുള്ളത് കേന്ദ്രത്തിന് നല്ല ബോധ്യമുണ്ട്. ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഇത്രയും 5 വർഷത്തോളം പരിചയമുള്ള സുരേന്ദ്രൻ ഒരുക്കി കൂടെ ഇരിക്കുന്നതല്ലേ നല്ലതെന്നുള്ളൊരു ചിന്ത ഉണ്ട്. എനിക്ക് രാജീവ് ചന്ദ്രശേഖർ വന്നാലേ, ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനിലാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്, ആക്റ്റീവായത്. എനിക്ക് തോന്നുന്നു നമ്മൾ അത് അന്നേ പറയുകയുണ്ടായി. 1 വർഷം മുമ്പ് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ ഇറക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയം ഉറപ്പായിരുന്നു. ആഴ്ചകൾ കൊണ്ട് അദ്ദേഹം പിക്ചർ മാറ്റി മറിച്ചില്ലേ, വെറും 16,000 വോട്ടിനല്ലേ അദ്ദേഹം തോന്നുന്നത്. അത് കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ വിജയം തീർച്ചയായിട്ടും. കാരണം പാറശാല ഒരു 2000 വോട്ട്, നെയ്യാറ്റിൻകര ഒരു 2000 വോട്ട്, പിന്നെ നമ്മുടെ കോവളത്ത് ഒരു 2000 വോട്ട്, 2000 അല്ല ഒരു 2500-3000 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ, ഈ 3000 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ ഷുവറാണ് ഒരു 9000 വോട്ട് ഇപ്പുറത്ത് വരും. അപ്പോ 2-3-3000 വോട്ടിനെങ്കിലും അദ്ദേഹം ജയിച്ചത്. ഈ രാജീവ് ചന്ദ്രശേഖറിന് ഈ ഇപ്പൊ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ MT രമേശിനോ കേരളത്തിന്റെ മുഖം മൂലയും BJP-യുടെ ഇടങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ.
ഇല്ല അത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിന് ഇവരെയൊക്കെ ഒപ്പം നിർത്തുക, ഇപ്പം എം ടി രമേശൊക്കെ എന്ന് പറഞ്ഞാൽ ആരുടെയും കൂടെ ഒപ്പം നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിനൊക്കെ ഈ കരുതലാമലകം പോലെയാണ്. സംഘടനയുടെ എല്ലാ ആൾക്കാരെയും വ്യക്തമായിട്ട് ഇപ്പൊ സുരേന്ദ്രൻ അറിയാവുന്ന പോലെ തന്നെ എം ടി രമേശിനും അറിയാം. പണ്ട് മുതലേ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ വന്ന് ആളായതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം, എല്ലാവരെയും അറിയാം. പിന്നെ സുരേന്ദ്രന്റെ ഒരു ഗുണം, സുരേന്ദ്രൻ ഇപ്പോ സംഘടനാ ഇലക്ഷൻ നടന്നപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്നോണ്ടേ എല്ലാ മണ്ഡലം ഭാരവാഹികളെയും അദ്ദേഹത്തിന് അറിയാം, അതിന് താഴോട്ടും അറിയാം. പിന്നെ 27 ജില്ലാ പ്രസിഡന്റുമാരെ, ഇപ്പൊ പുതിയതായിട്ട് തിരഞ്ഞെടുത്ത 27 ജില്ലാ പ്രസിഡന്റുമാരെയും അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരു പേര് തെളിയിക്കാൻ കുറച്ച് എളുപ്പമുണ്ടെന്നുള്ള ഒരു പരിഗണന അദ്ദേഹത്തിനുണ്ട്. പിന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഒരു MP കിട്ടുന്നത് എന്നും ഒക്കെയുള്ള ചില മുന്നേറ്റം. പിന്നെ എന്താ പറയുന്ന ഈ ചക്ക വീണ് മുയൽ ചെത്തെന്ന് പറഞ്ഞ ആവാം. പക്ഷെ എന്നാൽ പോലും അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേര് അത് ഒരു സ്ഥലത്തെ പറയാമെങ്കിലും മറ്റു സ്ഥലത്തെ കാര്യം നോക്കുമ്പോൾ ഒരു സത്യമുണ്ട്. എന്നറിയാമോ, കേരളത്തിൽ ഇത്രയും വോട്ടിംഗ് പെർസെന്റേജ് കൂടിയത് ചരിത്രത്തിൽ ആദ്യമായിട്ടില്ലേ? 11, 12 എന്നൊക്കെ പറഞ്ഞ് കിടന്നിരുന്ന വോട്ടിംഗ് പെർസെന്റ് ജമ്പ് ചെയ്ത് 20-ലേക്ക് അടുപ്പിച്ച് 19.9 സംതിങ് ആയില്ലേ? 20 ആ 20-ലേക്ക് എത്തിക്കാൻ മൊത്തം സംഘടനയും ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഒരു സവിശേഷതയാണ്. പക്ഷെ അതില് പലരും പറയുന്നത് അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിരന്തരമായ ഫോക്കസ് ഇവിടെ ഉണ്ടായിരുന്നു, ജാവേദ്കറുടെ സപ്പോർട്ട് ഉണ്ടായി. ഇനിയും അതൊക്കെ ഉണ്ടാവും. അടുത്ത ഇലക്ഷനിൽ ഇതിനേക്കാൾ കൂടുതൽ കേന്ദ്ര അംഗങ്ങൾ, കേന്ദ്ര ടീം ഇവിടെ ഉണ്ടാവും. RSSന്റെ കുറച്ചുകൂടെ വിപുലമായ ടീം ഓരോ ജില്ലകളും മണ്ഡലങ്ങളും വരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെന്നൊക്കെ വരും. അപ്പൊ അതൊക്കെ ഇനിയും ഉണ്ടാവും. അപ്പൊ BJPയുടെ പ്രവർത്തനത്തിന് ടോപ്പിൽ വരുന്ന ആള് തന്നെ മുഴുവൻ നയിക്കണമെന്നൊന്നുമില്ല. അതിന് ഒരു ജനറൽ നമുക്ക് ഒരു കൺട്രോളിങ് അറിയാമെങ്കിൽ, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്ററാണ്. അതിനിപ്പോ ഓരോ സ്ഥലത്തും പോയി ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചാൽ അദ്ദേഹത്തിന് അറിയാം. ആ മീറ്റിംഗിൽ നരേന്ദ്രമോദി ഇവിടുത്തെ മുഴുവൻ പേരെ അറിഞ്ഞിട്ടാണോ അദ്ദേഹം പ്രധാനമന്ത്രിയായത്? കയറി കഴിഞ്ഞു 6 മാസം കൊണ്ട് പിക്ചർ മാറ്റിയില്ലേ? എല്ലാ സംസ്ഥാനങ്ങളിലും എന്ത് നടക്കുന്നു, എല്ലാ കേന്ദ്രത്തിന്റെ എല്ലാ സെക്രട്ടറിമാരും ആരൊക്കെ എന്ത് ചെയ്യുന്നു, കേന്ദ്രത്തിലെ ഏതോ എല്ലാ മന്ത്രിമാര് ആരൊക്കെ എന്ത് ചെയ്യുന്നു, കറക്റ്റ് പറഞ്ഞ് നോട്ട് കൊടുക്കല്ലേ, ഇന്ന് ചെയ്തോളാൻ പറഞ്ഞു. അത് നേതൃത്വത്തിന്റെ കപ്പാസിറ്റിയാണ്. അതിനിപ്പോ ഈ എല്ലാവരെയും അങ്ങോട്ട് വ്യക്തിബന്ധവും ഹൃദയബന്ധവും ഒന്നും വേണമെന്നില്ല. ഇവിടെ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചെയർ മൂവ് ചെയ്യാൻ, ചെയറിൽ ഇരുന്നുകൊണ്ട് ആ വാഹനത്തെ മൂവ് ചെയ്യിക്കാനുള്ള കഴിവ്, ഒരു ഡ്രൈവിംഗ് കപ്പാസിറ്റി, അതാണ് പ്രധാനം. അതുണ്ടെങ്കിൽ എല്ലാം തന്നെ ഓടും. പിന്നെ ഇനി ഒരു പ്രധാനപ്പെട്ട പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേര്. കാരണം ഇപ്പൊ എവിടെ എന്ത് BJPക്ക് ഒരു ഇടമുണ്ടെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു ജനകീയമായ ഒരു ആവശ്യമാണ് ശോഭാ സുരേന്ദ്രൻ. ആൾക്കാരെ ഇളക്കി മറിക്കാനുള്ള കഴിവ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ശോഭാ സുരേന്ദ്രനായിരിക്കും മത്സരിക്കുക. അവരുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. പാലക്കാട് ഇതിനു മുമ്പ് 16 മത്സരിച്ചു. 16 മത്സരിച്ചപ്പോഴേ അവിടെ ഷൂട്ട് ചെയ്ത് ഭൂരിപക്ഷം അവിടുത്തെ വോട്ടിംഗ് പെർസെന്റേജ് കൂടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് 19 ആറ്റിങ്ങല് കഴക്കൂട്ടം, അത് കടകംപള്ളി സുരേന്ദ്രനെതിരെയാണെന്ന് ആലോചിക്കണം. അവിടെ 2ാം സ്ഥാനത്ത്. പിന്നെ മുഴുവൻ കയ്യിൽ പിടിച്ചമർത്തി വെച്ചോലെ വെച്ചിരുന്നതാണ് കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രന് പോലും അവസാനം ജയിക്കുമെന്ന് പേടിയായി. ഞാൻ ജയിക്കുമെന്ന് പേടിച്ചു പോയി അദ്ദേഹം ഒരു ഘട്ടത്തിൽ. കാരണം അത്രയ്ക്ക് ഭയങ്കരമായ മുന്നേറ്റമാണ് അവർ നടത്തിയത്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തില് 2,48,000 വോട്ട് അത് തോന്നുന്നു. അതിന് ആലപ്പുഴയിലെ ഇപ്പോഴത്തെ മുന്നേറ്റമാണ് അതിനേക്കാൾ എല്ലാം ഭയങ്കരമായിട്ട് തോന്നുന്നു. ഈ ആലപ്പുഴയിലെ ഒരിക്കലും BJP അങ്ങനെ നോട്ട വിട്ട ഇടമല്ല. ഇന്ന് വരെ BJPയുടെ റെക്കോർഡിൽ ഇത്രയും വോട്ട് കിട്ടിയിട്ടില്ല. അത് അവസാനം A ക്ലാസ് മണ്ഡലമായി. അതുപോലെ തന്നെ കായംകുളത്തൊക്കെ ഭൂരിപക്ഷത്തിൽ വരികയും ചെയ്തു. കായംകുളം പ്രതിഭാരിയുടെ മണ്ഡലമാണ്. അപ്പൊ ഇത്തവണ അവിടെ BJPക്ക് ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഇവരെ അവിടെ എത്തിയില്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു ക്രൗഡ് പുള്ളറാണ്. ആൾക്കാരെ ഇളക്കി മറിക്കാൻ അറിയാം, പ്രശ്നങ്ങളെ പച്ചയായ രീതിയിൽ പറയാൻ അറിയാം. പൊതിഞ്ഞു പറയുന്ന ഒരു രീതി അവർക്കില്ല. അത് അവർക്കൊരു ദോഷമായിട്ട് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരാണ് അണികൾ കൂടുതൽ ഇഷ്ടപ്പെടുക. പച്ചയ്ക്ക് സത്യം പറയുക, കാര്യം പറയുക, താൻ ഇങ്ങനെയാണ്, ജനങ്ങളിൽ ഒരു ആവേശം ഉണ്ടാക്കുക, അതിനുള്ള ഒരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ട് ഈ 3-4 വൃത്തങ്ങളിൽ കിടന്ന് BJP കുഴയുകയാണ്. അതില് നല്ലത് പലത് വന്നാലത്തെ പ്രശ്നം അതാണ്. ഇതിൽ ഏതെടുക്കണം, നിലവിലുള്ളതിൽ ഏതെടുക്കണം എന്നുള്ളൊരു പ്രശ്നമാണ്. പക്ഷെ MT രമേശിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹം വളരെ പക്വമതിയാണ്. ആര് പ്രസിഡന്റ് ആയാലും
അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുമെങ്കിൽ ആ ജനറൽ സെക്രട്ടറിയുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യും. അല്ലെങ്കിൽ ഏത് സ്ഥാനം ഏൽപ്പിക്കുന്നു ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്ന ആളാണ് എം ടി രമേശ് എന്നുള്ളൊരു മുൻഗണനയുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളിനെ ഈ കയറ്റത്തോട് കയറാൻ പോകുമ്പോൾ ഇറക്കണമെന്നുള്ളൊരു ചോദ്യം നിൽപ്പുണ്ട്. നിർണായകമായ സമയമാണ്. ഇനി 5-6 മാസത്തിനകം പിന്നെ നമ്മൾ ഒരു തദ്ദേശ സ്വയംഭരണ അംഗത്തിനിറങ്ങുമ്പം ഇപ്പൊ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആളെ പുറകോട്ട് മാറ്റിയിട്ട് പുതിയ ഒരാളിനെ വെച്ചാൽ എന്താകും എന്നൊരു ചോദ്യചിഹ്നം കേന്ദ്രത്തിന്റെ മുമ്പിൽ ഉണ്ട് എന്നാണ് അവസാനത്തെ ഒരു അറിവ്. പക്ഷേ RSSനും BJPക്കും രാജീവ് ചന്ദ്രശേഖരന് അല്ലെങ്കിൽ അതുപോലെ വ്യക്തിത്വമുള്ള ഒരാളിന് പ്രിഫറൻസ് കൊടുക്കണം എന്നുണ്ട്. കാരണം അങ്ങനെ ഒരാൾ വന്നാലേ ഒരു ബൗദ്ധിക മുന്നേറ്റം കൂടി ഇവിടെ ആവശ്യമാണ്. കേരളത്തിലെ വോട്ടർമാർ അതാണ്. ശശി തരൂരിന് എപ്പോഴും എന്താ ഒരു പ്ലസ് പോയിന്റ് കിട്ടുന്നത്? ഒരു ബൗദ്ധിക മുന്നേറ്റത്തിന്റെ ആളെന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഒരിക്കൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയാൽ ഇദ്ദേഹം വന്നാൽ മുഖ്യമന്ത്രി ആവുമെന്ന് വരെ പറഞ്ഞില്ലേ? കാരണം അതാണ്. സാധാരണ യുവാക്കൾക്കിടയിൽ, സാധാരണ ജനത്തിനിടയിൽ ഒരു അക്സെപ്റ്റൻസ്, ഒരു ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളിന്, അങ്ങനെ ഒരാൾ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇല്ല. അപ്പൊ അത്തരത്തിലൊരാളിന് ഇവിടെ BJP ഒരു ഇടം കൊടുക്കുമെങ്കിൽ അത് വളരെ നന്നാവുമെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. അപ്പൊ നമുക്ക് ഇനി 17 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 17 ആണെങ്കിൽ അടുത്തു. ഏതായാലും 1-2 ദിവസത്തിനകം ആരാണ് നേതാവ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അതുവരെ ഈ ഊഹാപോഹങ്ങൾ ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ 4 പേരുകളിൽ ഏതാണ്ട് ഫിക്സ് ആണ്. നമ്മൾ പറഞ്ഞ 3-4 പേരുകളിൽ ഏതാണ്ട് ഫിക്സ് ആണ്. അതിൽ ഇപ്പോൾ സുരേന്ദ്രന് മുൻതൂക്കം വന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.